ജോസഫ് ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തി. ഭരണം ലഭിച്ചിട്ട് ആദ്യമായിട്ടാണ് ജോസഫ് സാറിന്റെ വീട്ടിൽ മന്ത്രി ഇല്ലാതെ ആവുന്നത്. മുൻപ് ഒരു വട്ടം വിമാനക്കേസിൽ പെട്ടപ്പോൾ മാത്രമാണ് ജോസഫ് സാറിനു മന്ത്രി സ്ഥാനം പോയത്. എന്നാൽ ഈ വട്ടം 7 MLA-മാരെ വിജയിപ്പിച്ചിട്ടും ലഭിച്ച മന്ത്രി സ്ഥാനം കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് പിടിച്ചു വാങ്ങിച്ചു. യഥാർത്ഥത്തിൽ കഴിവും വിദ്യാഭ്യാസവും നോക്കുകയാണെങ്കിൽ തൊടുപുഴ MLA-യും PJ ജോസഫ് സാറിന്റെ മകനുമായ അബു ജോസഫിനാണ് മന്ത്രി സ്ഥാനം ലഭിക്കാൻ അർഹത. എന്നാൽ മന്ത്രി സ്ഥാനം മോൻസ് ജോസഫ് പിടിച്ചു വാങ്ങിയതിൽ PJ ജോസഫ് അനുകൂലികളിൽ അമർഷമുണ്ട്. മാത്രമല്ല ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകൾ വിട്ടു നൽകിയത് കൊണ്ടാണ് രണ്ടാമത്തെ മന്ത്രി സ്ഥാനം പോയത് എന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. 2 സീറ്റ് വിട്ടു നൽകിയിട്ടും രണ്ടാമത്തെ മന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ മോൻസിനും പങ്ക് ഉണ്ടെന്ന് ജോസഫ് വിഭാഗം കരുതുന്നു. ഒറ്റയാനായ അനൂപിന് മന്ത്രി സ്ഥാനം നൽകി. എന്നിട്ടും PJ ജോസഫിന്റെ മകന് മന്ത്രി സ്ഥാനമില്ല. നന്നായി പാട്ട് പാടുന്ന എഞ്ചിനീയറായ, അതിലുപരി കൃഷിക്കാരനും ആയ അബുവിനെ ഒതുക്കി എന്നാണ് ജോസഫ് ഗ്രൂപ്പിൽ പൊതുവികാരം. മാത്രമല്ല 10 സീറ്റ് മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ കോൺഗ്രസ് ബലമായി പിടിച്ചുവെടുത്തു. എന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുകയായിരുന്നു മോൻസ് ചെയ്തത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും സീറ്റ് കുറച്ചു പാർട്ടിയെ ദുർബലമാക്കും. അതിനാൽ തന്നെ ഐക്യ കേരള കോൺഗ്രസ് എന്ന ആശയമാണ് അബു ജോസഫ് മുന്നോട്ട് വെക്കുന്നത്.